പൊതുവെ ഡയറ്റ് ചെയ്യാനും ഹെൽത്തി ആയിരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു വില്ലനായിട്ട് തോന്നുന്നൊരു പ്രശ്നമാണ് ഈ ക്രേവിങ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും ക്രേവിങ്സ് ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന്, സഡനായിട്ടുണ്ടാകുന്ന ഒരു കാലറി ഡെഫിഷ്യൻസി. അപ്പം മുന്നേ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണത്തേക്കാൾ കുറവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതൊരു കാലറി ഡെഫിഷ്യൻസി ആയിട്ട് ശരീരത്തിൽ അനുഭവപ്പെടുകയും അതിനൊരു ക്രേവിങ്സ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പം ഒരു ഡയറ്റിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭക്ഷണത്തിൽ മാറ്റം വരുത്താതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭക്ഷണത്തിൽ മാറ്റം വരുത്തി ഡയറ്റിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നീടുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പോഷകാഹാരങ്ങളിൽ കുറവാണ്. ഒരു പർട്ടിക്കുലർ ഡയറ്റിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ചില വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്ന സാധാരണമാണ്. അതിനൊരു ക്രേവിങ്സ് ആയിട്ട് പലപ്പോഴും അനുഭവപ്പെടാം. അപ്പം ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരു മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻ്റ് എടുക്കുന്നതിലൂടെ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അടുത്ത കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രെസ് എന്നുള്ളത്. ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ സെറട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോണിൻ്റെ അളവ് കുറയുകയും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ബോഡി ഒരു ഗ്ലൂക്കോസ് ഡിമാൻഡിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്രേവിങ്സ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന വഴി നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഉറക്കക്കുറവും ഇതേപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഈ ഉറക്കം കുറവുള്ള സമയത്ത് ഈ ഹങ്കർ ഹോർമോണായിട്ടുള്ള ഗ്രലിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. ഇത് കൂടുന്ന സമയത്ത് ഈ നമുക്ക് സ്വാഭാവികമായിട്ടും അത് വിശപ്പായിട്ടും ക്രേവിങ്സ് ആയിട്ടും പലപ്പോഴും അനുഭവപ്പെടും. അപ്പം ഡയറ്റിൻ്റെ സമയത്ത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തണം. ഇതുപോലെ തന്നെ ഒരു മേജർ പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത്. ഇപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദാഹം ഉണ്ടാവുകയും പലരും ഈ ദാഹത്തെ ഈ പറയുന്ന പോലെ തന്നെ വിശപ്പായിട്ടും ക്രേവിങ്സ് ആയിട്ടും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ക്രേവിങ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ക്രേവിങ്സ് ഉണ്ടായിട്ട് ഒരു ദിവസം നിങ്ങളുടെ ഡയറ്റിൽ പോയെന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം മുതൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇനിയും മുന്നോട്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു ഡയറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും.